ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ ന്യൂ ഇയർ ആയപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാൻ വരാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഞാൻ ന്യൂ ഇയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ലൈവ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് ക്ലാരിറ്റി കുറവായിരുന്നു. എൻ്റെ ഫോണിന് അത്ര ക്ലാരിറ്റി പോരാ. അപ്പോൾ ലൈവ് വീഡിയോസ് ഇടുമ്പോൾ ക്ലിയർ ഇല്ല. മുമ്പ് ഞാൻ കലങ്കരിൻ്റെ ഒരു ലൈവ് പോയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ഇല്ലാന്ന്. പക്ഷെ എനിക്ക് അപ്പോൾ കാണുമ്പോൾ ക്ലിയർ ഇല്ലാത്തതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പിന്നെന്താ പറയുക, കഴിഞ്ഞ വർഷം പോലെ ആവാതിരിക്കട്ടെ ഈ വർഷം എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവിടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അല്ല, ഞാൻ പൊതുവെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ ഞാൻ PSC കോച്ചിങ്ങിന് പോയിരുന്നു, അത് മുടങ്ങി. അപ്പോൾ ഈ വർഷം തന്നെ നമ്മുടെ LDCൻ്റെ ലിസ്റ്റിൽ കയറി പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം. അപ്പോൾ അതായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രമാണല്ലോ നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ വെറുതെ നമ്മൾ പൈസ കൊടുത്ത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഒരു കാരണം ഞാൻ വീഡിയോസ് ഇടാത്തതിൻ്റെ. പിന്നെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് അസൗകര്യങ്ങളുണ്ടായിരുന്നു. അച്ഛന് കഴിഞ്ഞ വർഷം ജനുവരി, അതായത് ഫെബ്രുവരിയിലാണ് അച്ഛന് ക്യാൻസർ ആണെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ വൈകിട്ടാണ് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ 4th സ്റ്റേജിലാണ് ഞങ്ങൾ കാര്യം അറിഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ വിവരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ കീമോ ഒക്കെ എടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. ശരിക്കും 4th സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കീമോ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുക എന്നല്ലാണ്ട് കീമോ നമ്മൾ ഒരിക്കലും എടുക്കരുതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നുള്ള ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ വല്ലാതെ ക്ഷീണിക്കുകയും പിന്നെ ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടായി. പിന്നെ ജൂൺ ആയപ്പോൾ തന്നെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ ലാസ്റ്റ് ഒരു 10-15 ദിവസം ഞങ്ങൾ മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയായിരുന്നു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, ഞാനും അമ്മയും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴും അതൊന്നും റിക്കവർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒന്നും എനിക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് വരുന്നില്ല. ഭയങ്കരമായിട്ട് ഡെസ്പാണ്. അച്ഛൻ മാത്രമല്ല, എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ്, അങ്ങനെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് ഞങ്ങളെ വിട്ടുപോയൊരു വർഷമാണ് 2020. അപ്പോൾ അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നലത്തെ വീഡിയോയുടെ കാര്യം തന്നെ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കുറേ എന്താ പറയുക, നെഗറ്റീവ്സ്, കഴിഞ്ഞ വർഷത്തെ നെഗറ്റീവ്സാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാനത് ചിലവഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വേസ്റ്റ് ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ, മിനറൽ വാട്ടർ, അങ്ങനെ പല ടൈപ്പ് ബോട്ടിൽസ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കളറൊക്കെ അടിച്ചിട്ട് അതിൽ ചെടി വെച്ചു. അപ്പോൾ അതൊരുപാട് സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്.
മാത്രമല്ല ഞാനങ്ങനെ വരയ്ക്കുന്ന ടൈപ്പൊന്നുമല്ല. അങ്ങനെ ജസ്റ്റ് ഇപ്പോൾ എല്ലാവരും വരയ്ക്കുന്ന പോലെ തെങ്ങ്, മല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കുക എന്നല്ലാതെ ഒരു ആർട്ടിസ്റ്റല്ല. പക്ഷെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അതൊക്കെ. അപ്പോൾ കുറേ ബോട്ടിൽസ്, ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ പരീക്ഷിച്ചു. കുറേ ക്ലേ വെച്ച് ചെയ്തു, നമ്മുടെ ആർട്ടിഫിഷ്യൽ ക്ലേ ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്സൊക്കെ ഞാനിതിലിടാം. കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അനിയത്തിക്ക് കുട്ടി ഉണ്ടായതും ഏപ്രിലാണ്, കഴിഞ്ഞ ഏപ്രിലിൽ. അപ്പോൾ 3 മാസക്കാലം കുട്ടി, അനിയത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ ഇതുവരെ അവരുടെ വീഡിയോസൊന്നും ഇതിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കുട്ടീൻ്റെ 28ൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയം എന്ന് പറഞ്ഞാൽ അച്ഛന് അസുഖം കൂടുതലായ ഒരു സമയമാണ്. പിന്നെ എപ്പോഴും ഹോസ്പിറ്റൽ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഓവനൊക്കെ ഞാൻ 2017 തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചിരുന്നു. റെഡിമെയ്ഡായിട്ടുള്ള പൗഡർ ഉണ്ടല്ലോ കേക്കിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നന്നായിരുന്നു കേക്ക്. പക്ഷേ ഞാൻ എന്താ പറയുക, മാവ് റെഡിയാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് റെഡിയല്ല. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ബ്ലെൻഡർ അനിയത്തിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കേക്ക് റെഡിയായില്ല. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. ഞാൻ കുത്തിയിരുന്ന് എന്തായാലും വേണ്ടിയില്ല അത് ഉണ്ടാക്കിയിട്ട് അടങ്ങും എന്നുള്ള ലെവലിൽ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുകയും ചെയ്തു. അതുമാത്രമല്ല ഞാൻ ഐസിങ്ങും പഠിച്ചു. ഐസിങ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കേക്കുകൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ ഒരു വിഷമം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ 2020 ആ പോസിറ്റീവ് തിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ വലിയ ഒരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ 2020 എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എങ്ങോട്ടും ഇപ്പോൾ നമ്മുടെ പുറത്തോട്ട് അടുത്തുള്ള ടൗണിലേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ ഏതായാലും അതിന്നൊക്കെ ഒരു മോചനം 2021 തരട്ടെ. 1-2 സ്ഥലങ്ങളൊക്കെ പോകാനും മനസ്സിലുണ്ടായിരുന്നു.
അപ്പോൾ അവിടെയൊക്കെ അച്ഛനെയും കൊണ്ട് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും അച്ഛൻ ഞങ്ങളെ കൂടെ ഇല്ല. ഏതായാലും അച്ഛൻ്റെ ആ സാന്നിധ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ആ ഒരു ഇത് പറയുന്നില്ല, നിങ്ങളുടെ മൂഡ് കളയുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.